ഓക്കെ കഴിച്ചപ്പോൾ ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് മാച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ടോസ് വിൻ ചെയ്ത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയാണ് ആദ്യമായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. സ്ട്രൈക്ക് ചെയ്യുന്നത് സഞ്ജു സാംസൺ തന്നെ. കഴിഞ്ഞ 3 കളിയിലെ മോശം ഫോമിന് ശേഷം ഈ കളി എന്താകും സഞ്ജുവിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നിങ്സിലെ ഫസ്റ്റ് ബോൾ. കഴിഞ്ഞ കളി എങ്ങനെ ബോൾഡായോ അതുപോലെ തന്നെ സ്റ്റമ്പിലേക്ക് ഒരു ബോളാണ്. ടിം സൗത്തിയുടെ ഫേസ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, നല്ല മാറ്റമുണ്ട്. ടിം സൗത്തിയുടെയൊക്കെ ഫേസ് എന്താ കറക്റ്റ് കൊടുക്കാത്തത്. ഫസ്റ്റ് ബോൾ ഡിഫെൻഡ് ചെയ്തിടുന്നു. സെക്കൻഡ് ബോള് നല്ലൊരു കവർ ഡ്രൈവ്. അങ്ങനെ ഒരു ബൗണ്ടറി സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും. ഓക്കെ, അടുത്തൊരു ബൗണ്ടറി ആണോ അതോ ഫീൽഡർ ഓടി പിടിക്കുവോ? ഓ, പിടിച്ചടാ. ഓ എൻ്റെ മോനെ, സഞ്ജു റണ്ണൗട്ടായനെ, രക്ഷപ്പെട്ട് 3 റൺ ഓടിയെടുക്കുന്നു. ഒരു ഓവറിൽ 7 റൺസ്, വിക്കറ്റ് ഒന്നും നഷ്ടമായിട്ടില്ല. സഞ്ജു സാംസൺ സ്ട്രൈക്കിംഗ് അഗെയിൻ. എൻ്റെ മോനെ, ഒരു യോർക്കർ. ഫസ്റ്റ് ബോൾ തന്നെ നേരെ സ്റ്റമ്പിലേക്ക് തന്നെ വലിച്ചെറിയുന്നു. കാരണം സഞ്ജു അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് അറിയാം. മോനെ പറപ്പിച്ച് ഒരു മികച്ച പുൾ ഷോട്ട്, ഒരു ബൗൺസർ ആയിരുന്നു. ലോക്കി ഫെർഗൂസൺ ഒരു ബൗൺസർ അറ്റംപ്റ്റ് ചെയ്യുന്നു. അറ്റംപ്റ്റ് അല്ല, നല്ലൊരു ബോൾ തന്നെയായിരുന്നു. പക്ഷെ അതിനെ ആട്ടിച്ച് പറത്തി സഞ്ജു. അതൊക്കെ അത്രേ ഉള്ളൂ. അമ്മടാ മോനെ, സഞ്ജുവിനെടുത്ത എൻ്റെ കളി. ഫീൽഡർ ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം. അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്നും വരുന്ന ഫസ്റ്റ് റൺസാണത്. ഒരു 4, മൂന്നാമത്തെ ബോളിൽ 4 അടിക്കുന്നു അഭിഷേക് ശർമ്മ. നല്ലൊരു ബൗണ്ടറി. ഒരു 4, 2 ഡോട്ട് ബോൾ, ഒരു വൈഡ് ഈ ഓവറിൽ. പിടിച്ചോ, ഔട്ട് ഓഫ് ദി പാർക്ക്. കറക്റ്റ് സ്ലോട്ടിൽ എറിഞ്ഞു വന്നു. ഓവർ പിച്ച്ഡ് ബോൾസ് എല്ലാം അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് അയ്യത്ത് കളി അറിയാലോ. അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്നും ഒരു 6. അടുത്തൊരു ഷോട്ട്, ബൗണ്ടറി, അതും 6 തന്നെ. ഓക്കെ, അഭിഷേക് ശർമ്മ ഒരു ടച്ചിൽ വന്നാൽ പിന്നെ പിടിച്ചു നിർത്താൻ ഇത്തിരി പാടാണ്. കഴിക്കുന്ന ബാറ്റ് ഉണ്ട്, UV-CAN, YWC, UV-CAN, യുവരാജ് സിംഗിന്റെ ബ്രാൻഡാണ് UV-CAN. അതിന്റെ ഒരു പുൾ ഷോട്ട്. ആദ്യത്തെ 6 ഓവർ ആയതുകൊണ്ട് പവർ പ്ലേ ആണ്. നമുക്ക് ഫീൽഡേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സഞ്ജു ട്രൈ ചെയ്യുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. പിടിച്ച് കറക്കി വാടി ചെയ്ത് കളഞ്ഞു സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും അടുത്തൊരു 6 കൂടി. ഓക്കെ, സഞ്ജു സാംസൺ പിടിച്ചറിഞ്ഞ് പിന്നെയും ബൗൺസർ എറിഞ്ഞാൽ തീർക്കും. എറിയരുത്, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പിടിച്ച് നിർത്തി അടിക്കണം സഞ്ജു സാംസൺ. നല്ലൊരു ഗ്യാപ് ഷോട്ട്, കട്ട് ചെയ്ത് വിടുന്നു ആ ബോളിനെ അഭിഷേക് ശർമ്മ. ഓടിക്കോ, ഒരു സിംഗിൾ എടുക്കാനുള്ളതുണ്ടോ? എൻ്റെ മോനെ, ഡയറക്റ്റ് ഹിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അഭിഷേക് ഔട്ടായേനെ. നല്ലൊരു ത്രോ ആയിരുന്നു, പക്ഷേ ഇത് സ്റ്റംസിൽ കൊണ്ടില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. നല്ലൊരു ഷോട്ട് ഫ്രം അഭിഷേക്. ആദ്യമേ തന്നെ സഞ്ജു ഓടിങ് എത്തി, പക്ഷെ അഭിഷേക് ഓടി കയറാൻ കുറച്ച് പാടുപെട്ടു. എൻ്റെ മോനെ, വാട്ട് എ ഷോട്ട്. നല്ലൊരു ഗ്യാപ് ഷോട്ട്. ടൈമിങ് മാത്രം. ഓഫ് സൈഡിൽ അത്രയും ഫീൽഡേഴ്സ് ഉണ്ടായിട്ട് അവരുടെ ഇടയിലൂടെ ഒരു ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റുന്നു സഞ്ജു സാംസണ്. സഞ്ജു റണ്ണൗട്ട്. എൻ്റെ മോനെ, റണ്ണൗട്ട് ആവാനുള്ള ചാൻസ് ആയിരുന്നു. ആ ത്രോ എങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തു സഞ്ജു സാംസൺ. നല്ലൊരു ഷോട്ട്, പക്ഷേ ഓടി ചെന്നത്
ഇപ്പോൾ കണ്ടോക്കെ ഉറപ്പായിട്ട് റണ്ണൗട്ട് ആയേനെ. ബോൾ എപ്പോൾ വരുന്നതാണ്ട കണ്ട ചെത്ത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. ഓക്കെ, ഒന്നും പറയാനില്ല. ഫീൽഡറിന് ഓടി എത്താൻ പറ്റുന്നില്ല ബോളിൻ്റെ അടുത്തേക്ക്. ഡിവോൺ കോൺവേ ആണ് ആ ഫീൽഡർ. പിടിച്ചറിഞ്ഞ് അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു ബൗണ്ടറിയാണ്. മാക്സിമം ആ ഫീൽഡേഴ്സിൻ്റെ ആ ഒരു ഫീൽഡ് സെറ്റിംഗ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ബാറ്റിംഗ്. അഭിഷേക് ഫീൽഡേഴ്സിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് തട്ടി വിടുന്നു. നല്ലൊരു ബൗണ്ടറി. സഞ്ജുവിൻ്റെ ഒരു പുൾ ഷോട്ട്. അവിടെ ഫീൽഡർ ഇല്ല, ഉണ്ട് ഫീൽഡർ. ബോൾഡറിൻ്റെ ബോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് മുന്നേ ബോൾ ബൗണ്ടറിയിലേക്ക് പോകുന്നു. ഓടിക്കോ. എന്തോ മോനെ, വീണ്ടും ഈ കളിയിലെ രണ്ടാമത്തെ റൺഔട്ട് ചാൻസ് ആണ് മിസ്സാവുന്നത് കേട്ടോ സഞ്ജു. മിസ്ഫീൽഡ്, അതൊരു മിസ്ഫീൽഡ് ആയിരുന്നു. ഫീൽഡർ ബോൾ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ആ ഗ്യാപ്പിൽ അഭിഷേകിന് ബൗണ്ടറി കിട്ടുന്നു. വെൽ ഡൺ അഭിഷേക്. പിടിച്ചറിഞ്ഞ് ഓക്കെ, നല്ലൊരു ബൗണ്ടറി. ഓവർ അവസാനിക്കുമ്പോൾ ഒരു ബൗണ്ടറി കൊടുത്തങ്ങ് അയക്കുന്നു സൗത്തിയെ. 50 റൺസ്, ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്താറാകുന്നു സഞ്ജു. നമ്മുടെ ഇന്നിങ്സിലെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. അഭിഷേക് ശർമ്മ മിച്ചിൽ സാന്ററിന്റെ സ്പിൻ ബോളിങ്ങിൽ കുടുങ്ങുന്നു. ഓക്കെ, കറക്റ്റ് ആ ഗ്യാപ്പിൽ കളിക്കാൻ നോക്കിയാൽ നടന്നില്ല. കറക്റ്റ് ഫീൽഡറിന്റെ കയ്യിൽ തന്നെ പോയി. ഈ സ്പിന്നേഴ്സിന്റെ ബോൾ ടൈം ചെയ്യുന്നത് ഒത്തിരി പാടുള്ള പരിപാടി കേട്ടോ. അടുത്തതായിട്ട് ബാറ്റിന് വരുന്നു ഇഷാൻ കിഷൻ. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അഭിഷേകാണല്ലോ ഔട്ടായത്. കീപ്പർ ക്യാച്ച് അപ്പീല് ചെയ്ത്. എന്റെ പൊന്നളിയാ, നമുക്ക് റിവ്യൂ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് റിവ്യൂ എടുക്കേണ്ട കാര്യമില്ല. ഒരു സൗണ്ട് ഞാനും കേട്ട്. നോ ചലഞ്ച്. ഇഷാൻ കിഷൻ ഡക്കാവുന്നതേ. എടാ വിക്കറ്റ് തന്നെ അല്ലേ അത്. ഡക്ക്. ക്യാപ്റ്റൻ വരുന്നു സൂര്യകുമാർ. ഡാരൽ മിച്ചലാണ് എറിയാനായിട്ട് വരുന്നത്. നല്ല രീതിക്ക് എറിഞ്ഞ സ്പിന്നറിനെ മാറ്റിയിട്ട് പിന്നെ ഡാരൽ മിച്ചലിനെ കൊണ്ടുവന്ന കേട്ടോ. ഇപ്പം പാർക്കിട്ട് അടിക്കണം ഇനി അവനെ. ഒരു ബൗൺസർ, എഗെയിൻ ബൗൺസർ. ഫസ്റ്റ് ഓവർ എറിയാൻ വന്ന ഡാരൽ മിച്ചൽ ആദ്യം തന്നെ ബൗൺസർ എറിഞ്ഞ്. 29 ബോളിൽ 45 റണ്ണുമായി സഞ്ജുവും ഇതുവരെ ഒരു ബോൾ പോലും ഫേസ് ചെയ്ത സൂര്യകുമാറുമാണ് ക്രീസിൽ. ഓക്കെ, പിടിച്ചടിച്ച് 50 റൺസ് ഫോർ സഞ്ജു സാംസൺ. ശരിക്കുള്ള മാച്ചും ഇങ്ങനെ തന്നെ ആവട്ടെ. നല്ലൊരു ഷോട്ട്. 4 റൺസ് ഫോർ സഞ്ജു സാംസൺ. 4 ഓവറിലെ 4ാമത്തെ പന്ത് എറിയുന്നു ഡാരൽ മിച്ചൽ. ഓവറിലെ അടുത്തൊരു ബൗണ്ടറി. ഓക്കെ, ഞാൻ വെച്ചത് 6 പോയത്. 6 പോയില്ല. ബൗണ്ടറി ലൈൻ്റെ തൊട്ടടുത്ത് സഞ്ജു ഓൺ ഫുൾ അഗ്രസീവ് മോഡ്. പിടി. ഷോർട്ട് ബോൾ എറിഞ്ഞു, അടിച്ചു കളയുന്നു. പയ്യൻ ശരിക്കും സ്റ്റാർമിച്ചിൽ ബോൾ എറിയാൻ വരണ്ടായിരുന്നിടേ എന്ന പോലെ ആയിപ്പോയി. ഓക്കെ, ഒന്നും പറയാനില്ല. 11 ഓവർ കംപ്ലീറ്റ് ആവുന്നു. 111 റൺസിന് 2. 111 തന്നെ അല്ലേ ഹിൽസാൻഡ. റണ്ണൗട്ട് ആയില്ല, ഓടിയെത്തുന്നു. എടാ, കീപ്പർ പിടിച്ച് സ്റ്റംപ് ചെയ്തടേ സൂര്യനെ. എന്റെ കഷ്ടമാന്ന് പറയും. സ്പിന്നേഴ്സിനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴങ്ങ് പണി കിട്ടി പോവാണല്ലോ. എന്തൊരു കഷ്ടം ഇത്.
ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കാൻ നമുക്ക് ഈസി അല്ല ഗൈസ്, വിന്നേഴ്സിനെ കളിക്കുന്നത്. ക്യാപ്റ്റൻ സൂര്യകുമാറും വിക്കറ്റായി അകത്തേക്ക് കയറി പോവാണ്. ശിവം ദൂബെയാണ് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഡാനിൽ മിച്ചലിനെ കിട്ടിയാൽ പറക്കിട്ടടിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. അടുത്തൊരു സിക്സർ കൂടി ഫ്രം സഞ്ജു സാംസൺ. ശിവം ദൂബയുടെ ഫേസ് ഒട്ടും കറക്റ്റ് അല്ല കേട്ടോ. നല്ലൊരു ഷോട്ട് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും. ഓക്കെ, അടുത്തൊരു ഷോട്ട് കൂടി, വീണ്ടും ബാക്ക് ടു ബാക്ക് സിക്സേഴ്സ്. തിരിപ്പാടാ, സെഞ്ചുറി അടിക്കൂ. ലാസ്റ്റ് ബോൾ ഫേസ് ചെയ്യുന്നു ശിവം ദൂബെ. ഓ എടാ, ഫീൽഡറിന്റെ കയ്യിലോട്ടാണോ അവിടെ? ആ ഒരു ഓഫ് സൈഡിൽ മൊത്തം ബൗണ്ടറി ലൈനിലുണ്ടായിരുന്ന ഒറ്റ ഫീൽഡറാണ്, ആ ഫീൽഡറിന്റെ കയ്യിലോട്ട് തന്നെ അടിച്ചു കൊടുത്ത് ശിവം ദൂബെ. സാരമില്ല. അടുത്തതായിട്ട് ബാറ്റ് ചെയ്യുന്നു റിങ്കു സിംഗ്. അണ്ട സ്റ്റിക്കറില്ലാത്ത ബാറ്റ്, ആരുടെയോ കയ്യിൽ നിന്ന് കട്ടെടുത്ത ബാറ്റും കൊണ്ട് റിങ്കു സിംഗ് വരുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ബാറ്റും കൊണ്ട്. അഗെയിൻ ഈഷ് സോദി ബോൾ എറിയാനായിട്ട് വരുന്നു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, സമയമുണ്ട്. ഇനിയിപ്പോ അടി വരണം. ഓക്കെ, സിമ്പിൾ. നല്ല രീതിക്ക് ടൈം ചെയ്തൊരു ഷോട്ട്. കിടിലൻ ഷോട്ടായിരുന്നു കേട്ടോ, ഓഫ് സൈഡിലോട്ട്. വാട്ട് എ ഷോട്ട്! എന്റെ മോനെ, ബോളറിന്റെ പേസിനെ മാക്സിമം കൃത്യമായി യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു അപ്പർ കട്ടിനുള്ള ശ്രമമായിരുന്നു, പക്ഷെ അത് വേറെ എന്തൊരു ഒരു ഷോട്ടായിട്ടാണ് പോയത്. എന്തൊരു ഷോട്ടായിരുന്നു, നല്ല ടൈമിങ്. ഓവറിലെ 5-ാം പന്ത് എറിയുന്നു ലോക്കി ഫെർഗുസൺ. കൃത്യമായി ടൈം ചെയ്യുന്നില്ല, പക്ഷെ അത് ഭാഗ്യം കൊണ്ട് ബൗണ്ടറി പോകുന്നു. സഞ്ജു നല്ലൊരു ഷോട്ട്. ഓ, അതും ഫീൽഡറിന്റെ അടുത്തുകൂടെ പോന്ന്. അടുത്തൊരു ബൗണ്ടറി. ഓവറിലെ അവസാന 2 പന്തും ബൗണ്ടറി വായിക്കുന്നു. അത് ഫീൽഡറിന്റെ അടുത്തൂടെ അല്ല കേട്ടോ, നമുക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നുന്നേ ഇത് അത്യാവശ്യം നല്ലൊരു ഷോട്ടായിരുന്നു, ഗ്യാപ്പിലൂടെ പോയെ. ഈശോദി അടിച്ച് ബോളറിന്റെ കയ്യിലേക്ക് ഇട്ടിടുന്നു റിങ്കു. അടുത്തതായിട്ട് ഇറങ്ങുന്നത് ഹാർദിക് പാണ്ഡ്യ. 5 വിക്കറ്റ് നഷ്ടമാവുന്നു ഇന്ത്യക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ 2 ഓവർ കൂടെ ഉള്ളൂ. ഓക്കെ, കാത്തിരുന്ന നിമിഷം. സെഞ്ചുറി ഫോർ സഞ്ജു സാംസൺ. 56 ബോളിൽ 100 റൺ. അഭിഷേക് ശർമ്മയും സഞ്ജുവും കൂടെ തുടങ്ങി വെച്ചതായിരുന്നു. ഓ പിടി, ഫുൾ ടോസ്. ഒരു യോർക്കർ അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ ഫുൾ ടോസ് ആക്കി മാറ്റുന്നു. ബ്രില്യൻ ഷോട്ട്, നല്ല ടൈമിങ്. കണ്ട, ബാറ്റിന്റെ കറക്റ്റ് ബാറ്റിൽ തന്നെ വന്ന് വീണ് ബോള്. അഗെയിൻ ഒരു ഫുൾ ടോസ്. ആടാ 58 ബോളിൽ 106 റൺസുമായിട്ട് സഞ്ജു വിക്കറ്റ് ആയിരിക്കണം ഗൈസ്. അതൊരു ഫുൾ ടോസ് ആയിരുന്നു, പക്ഷേ ഫീൽഡറിന്റെ ലോ ഫുൾ ടോസ് ആയിരുന്നു. യോർക്കർ തന്നെ വേണമെങ്കിൽ യോർക്കർ എന്ന് പറയാം. നേരെ ഫീൽഡറിന്റെ കൈകളിലോട്ട് തന്നെ പോയിരുന്നു. അതത്രേ ഉള്ളൂ. 59 ബോളിൽ 106 റൺസും എടുത്തിട്ട് സഞ്ജു 11 4ഉം 8 6ഉം 6 6ഉം. എടാ ഓക്കെ, ഞാൻ വിചാരിച്ച് വിക്കറ്റ് ആയെന്ന്. അത് പിടിച്ചുകൊണ്ട് അവനങ്ങ് ബൗണ്ടറിയിലോട്ട് പോയി കേട്ടോ. അക്ഷർ പട്ടേൽ ഫസ്റ്റ് ബോൾ തന്നെ പിടിച്ചടിച്ച്. കാരണം ഇനി ഓവറല്ല, ലാസ്റ്റ് ഒറ്റ ഓവർ കൂടെ ഉള്ളൂ. അടുത്തൊരു ഷോട്ട്. സെയിം ഷോട്ടിനുള്ള സെലക്ഷൻ ആയിരുന്നു, പക്ഷെ ഒരു ട്രൈ ആയിരുന്നു. പക്ഷെ അത് അവിടെ ഫീൽഡർ എവിടുന്ന് വന്നറാ, അവൻ ഗ്യാപ്പ് നോക്കി കളിച്ചതാ. അത്
കുറച്ചുകൂടെ പവർ ഇട്ട് അടിക്കായിരുന്നു. ഫുൾ ടൈമിങ്ങിൽ മാത്രം കളിച്ചിട്ടാ. ഒരു ബോള് 2 ബോൾ സ്ട്രൈക്ക് ചെയ്ത് വന്നു, 6 അടിച്ചു പോയി. സഞ്ജു ഔട്ടായതായിരുന്നു ഈ ഇന്നിങ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുൽദീപ് യാദവും ഹാർദിക് പാണ്ഡ്യയാണ് അവസാന ഓവർ ഫേസ് ചെയ്യുന്നത്. പോയാ എണീറ്റ് അവ അപ്പീൽ ചെയ്യുന്നു. ഔട്ടൊന്നും അല്ല, അപ്പോൾ എണീക്കും. ലെഗ് സൈഡിലാ ബോള് പോയെ. അമ്മമാര് സംസാരിക്കും കേട്ടോ. എന്തായാലും 2 റിവ്യൂ കിടക്കുമല്ലേ, എങ്ങനെ വിളിച്ചു നോക്കിയാലോ. വിളിച്ചാ അവന്മാര് എന്താ അതെങ്ങാണ് ഔട്ടാണെങ്കിൽ പണി പോളും. ഗൈസ് പിച്ചിങ് ഇൻ ലൈൻ, ഇമ്പാക്ട് ഇൻ ലൈൻ, വിക്കറ്റ് മിസ്സിംഗ്. ഭാഗ്യം. ഭാഗ്യം വിക്കറ്റ് അല്ല, അമ്മ റിവ്യൂ ഒക്കെ എടുത്തു കളഞ്ഞു. ഇതൊരു ബോളാ എറിയുന്നേ, ഒരു തരത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്റെ മോനെ, ബാറ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് ബോളങ്ങ് പോവുക. 1 റണ്ണോ ഇവ ഇതുവരെ? 1 റണ്ണ് 3 വിക്കറ്റു. 2 ബോളേ ഉള്ളു ഇനി ബാക്കി. ഓവറിൽ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. അവസാന ഓവറിൽ ഒന്നും പറയില്ല. പോയി കളി പോയില്ല. നമ്മുടെ ഇവന്റെ ഓവർ തൊലച്ച്, ലാസ്റ്റ് ഓവർ അല്ല പിന്നെ കഴിഞ്ഞ് കയറി പോവാൻ നോക്ക്. 20 ഓവർ കഴിഞ്ഞ്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡിൻ്റെ ഒരു മാച്ചായിരുന്നു. അപ്പം നമ്മുടെ മാച്ചിൽ ഫുൾ മാച്ച് ഇല്ല, ബാറ്റിംഗ് ഉള്ള ഇന്നിങ്സ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഇന്നിങ്സ് ആണ് നിങ്ങൾ കണ്ടത്. അതിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ മാച്ച് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.